അതിനു മുൻപ് നമുക്ക് ഷാരോൺ വധക്കേസിൽ ഇന്നിപ്പോൾ ശിക്ഷാവിധി ഉണ്ടാവും. റിനു സീതൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്നാൽ തനിക്ക് 24 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ, MAക്ക് ഇംഗ്ലീഷിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, തനിക്ക് തുടർന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ട് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. വധശിക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എങ്കിലും ജീവപര്യന്തം ശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ എല്ലാ തെളിവുകളും സമർത്ഥമായി തന്നെ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിലൊരു പഴുതും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതെല്ലാം ഗ്രീഷ്മയ്ക്കെതിരായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ ചെയ്തത് ഒരു തന്നെ ജീവന് തുല്യം സ്നേഹിച്ചൊരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെ കൂടിയാണ് കൊന്നുകളഞ്ഞത് എന്നാണ് പറഞ്ഞത്. ചെകുത്താൻ്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്കെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത്. പ്രതിഭാഗം ഇതിനെയൊക്കെ ഖണ്ഡിച്ചു. പക്ഷേ ശിക്ഷയിൽ ഇളവ് നൽകണം, പ്രായം കണക്കിലെടുത്തുകൊണ്ട് പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാണ് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത്. നമുക്കിപ്പം റിനു സീത ചേരുന്നുണ്ട്. റിനു, നമ്മൾ കാത്തിരുന്ന ശിക്ഷാവിധിയാണ്. ഷാരോണിൻ്റെ കുടുംബം കാത്തിരുന്ന ശിക്ഷാവിധിയാണ് അല്പസമയത്തിനുള്ളിൽ വരാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസമല്ലേ റിനു? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും കേരളം കാത്തിരുന്ന വിധി, ഷാരോൺ വധിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ട് ഏകദേശം 2 വർഷം കഴിയുന്നു. ഈ 2 വർഷത്തിനപ്പുറം തന്നെ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിധി പറയുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ഇന്ന് 11 മണിയോടുകൂടി വിധി പറയും. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിധി പറയുമെന്ന് കരുതിയിരുന്നെങ്കിലും വിധിക്ക് മുമ്പുള്ള വാദമാണ്, അന്തിമ വാദം മാത്രമാണ് പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ കോടതി ഗ്രീഷ്മയോട് തന്നെ ചോദിച്ചു, വിധിക്ക് മുന്നോടിയായി എന്തെങ്കിലും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ളത്. കൃത്യമായി തന്നെ ഗ്രീഷ്മ എഴുതി നൽകുകയാണ് ചെയ്ത ജഡ്ജിന്. തനിക്ക് പഠിക്കണം, MA ഇംഗ്ലീഷിന് ഡിസ്റ്റിങ്ഷനോടുകൂടി വിജയിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സർട്ടിഫിക്കറ്റ് അടക്കം ജഡ്ജിന് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 24 വയസ്സ് മാത്രമാണ് പ്രായം. അമ്മയ്ക്കും അച്ഛനും ഏക മകളാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നാണ് നേരിട്ട് തന്നെ ജഡ്ജിനോട് ഗ്രീഷ്മ പറഞ്ഞത്. എന്നാൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും കൃത്യമായി വലിയ രീതിയിലുള്ള വാദോന്മുഖങ്ങളാണ് കോടതിയിൽ ഉണ്ടായതെന്ന് വേണം പറയാൻ. കാരണം ചെകുത്താൻ്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക്. ഈ ചെറുപ്പക്കാരനെ കൊന്നതിനൊപ്പം ഈ ചെറുപ്പക്കാരൻ്റെ ഒരു പ്രണയത്തെ കൂടിയാണ് നശിപ്പിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണം എന്നുള്ളതാണ്. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നുവരെ ഒരു വധശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എതിർഭാഗം, അതായത് ഡിഫൻസ് ലോയർ കൃത്യമായി അത്തരം ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. കാരണം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും വധശിക്ഷ നൽകാൻ കഴിയില്ല. മുമ്പുള്ള കേസിന്റെ വിധിപ്പകർപ്പ് അടക്കം കോടതിയിൽ പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാരൂൺ ഈ ഒരു മരണം സ്വന്തമായി വരിച്ചതാണെന്ന്. കാരണം ഈ പെൺകുട്ടിയെ അത്രയധികം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയ്ക്കും അനുഭവിച്ചു ഈ പെൺകുട്ടി. അങ്ങനെ ഏറ്റവും അവസാനം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു പോയൊരു കൊടും ക്രൂരതയാണ് എന്നത് അടക്കമുള്ളതാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഷാരോണിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്നിരുന്നു ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി. ഇന്നും 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിധി കേൾക്കുവാൻ വേണ്ടി ഇവർ വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. നടപടികൾ ആരംഭിച്ചാൽ ഇനി അന്തിമ വാദങ്ങളോ ഒന്നുമില്ല, വിധി പ്രസ്താവിക്കുക മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ആരംഭിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ വിധി പുറപ്പെടുവിക്കും. എന്തായാലും ജീവപര്യന്തം ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരെല്ലാം പറയുന്നത്. അരുൺകുമാർ.